ഒരു സിനിമ വരുന്നുണ്ട്, അതെങ്ങനെയുള്ള സിനിമയാണ്, ആ സിനിമയെ പ്രേക്ഷകർക്കൊരു അട്രാക്ഷൻ ഉണ്ടാക്കുക, അതെല്ലാം നമുക്ക് ആദ്യം ഒരു അറിവ് തരുന്നത് കൂടുതലും പോസ്റ്ററുകളിലൂടെയാണ്. ഒരു പോസ്റ്റർ ഡിസൈൻ ആണ്. അത് വളരെ വ്യത്യസ്തമായ ടേസ്റ്റുകളുള്ള ആളുകളാണ് പ്രേക്ഷകർ. ഈ പ്രേക്ഷകർക്കെല്ലാം ഒരേ അഭിപ്രായത്തിൽ ഇഷ്ടം തോന്നാവുന്ന രീതിയിലുള്ള ഡിസൈനിങ്. അങ്ങനെ തിയേറ്ററിലേക്ക് ആളുകൾ ഇരുമ്പിക്കയറുന്ന, അതിനുശേഷമാണ് നമ്മൾ അറിയുന്നത്, തിയേറ്ററിനകത്ത് ചെല്ലുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എങ്ങനത്തെ സിനിമയാണ്, അല്ലെങ്കിൽ ഈ സിനിമ ഒരു ഹിറ്റാണോ, അല്ലെങ്കിൽ ഈ സിനിമ ഗംഭീരമാണോ എന്നുള്ളത് എല്ലാം നമ്മൾ അറിയുന്ന ആദ്യത്തെ ഷോയോടുകൂടിയാണ്. അതിനുശേഷം പബ്ലിസിറ്റി കാര്യങ്ങളെല്ലാം. ആദ്യത്തെ പബ്ലിസിറ്റിയുടെ രീതിയാണ് പോസ്റ്റർ ഡിസൈൻ. അതിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് സാബു കൊളോണിയ. മാനത്തെ കൊട്ടാരം തന്നെ സിനിമ ചെയ്തപ്പോൾ കേരളക്കരയിൽ എൻ്റെ തല, അതൊരു 6 ഷീറ്റിൽ ഞാൻ ഒരുപാട് നേരം നോക്കി നിന്നിട്ടുണ്ട്. അത് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരാൾ അഭിനയിക്കാനുണ്ട്, അല്ലെങ്കിൽ ഈ സിനിമയിലെ മെയിൻ കഥാപാത്രം. ശരിക്കും എൻ്റെ ലൈഫിൽ ഒരു തുടക്കമായിരുന്നു ആ സിനിമ. അതും സാബുവേട്ടൻ്റെ കൈകളിലൂടെ തന്നെയായിരുന്നു മാനത്തെ കൊട്ടാരം. അതിനുശേഷം ഒരുപാട് ഹിറ്റ് സിനിമകൾ സാബുവേട്ടനെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ പുഴയും കിടന്ന്, കല്യാണ സൗന്ദര്യം, പറക്കന്തളിക, മീശ മാധവൻ, കുഞ്ഞിക്കൂനൻ, CID മൂസ, അങ്ങനെ ഒരുപാട് ഹിറ്റുകൾ, ചാന്തുപൊട്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു വലിയ യാത്രക്കിടയിൽ ഞങ്ങളുടെ സൗഹൃദവും ശക്തമായി തന്നെയാണ് വളർന്നത്. കാരണം ഒരു ഈഗോ ഇല്ലാതെ ഏത് സമയത്തും നമുക്ക് എന്ത് സംശയങ്ങളും, ഏത് പാതിരാത്രിയിലും സപ്പോർട്ട്, നമുക്ക് നാളെ ഇങ്ങനെ ഡിസൈൻ വേണം, അല്ലെങ്കിൽ ഇന്നാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മാറ്റി ചെയ്യാൻ നോക്കിക്കൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ളത് ഉണ്ടാക്കി. അപ്പം ഓരോ തന്നെ ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ വേണമെന്ന് പറയുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ട് തന്നെയുള്ള പോസ്റ്റേഴ്സും ഡിസൈനും കാര്യങ്ങളും തന്നെയാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നീട് ആണ് അറിഞ്ഞത് സാബു കൊളോണിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞത്. ഒരുപാട് കലാകാരന്മാർക്ക് നാളെയിലേക്ക് അവസരങ്ങൾ ഉണ്ടാവാനും, അതുപോലെ തന്നെ പുതിയ ടെക്നോളജിയുടെ വളർച്ച, അനിമേഷനും കാര്യങ്ങളിലേക്കെല്ലാം പോകുന്നു. ഇതുപോലെ ജോലി ചെയ്യുന്ന ഒരാൾ അവനവനെ തന്നെ ഒതുങ്ങിക്കൂടാനോ, അല്ലെങ്കിൽ അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി പോകാവുന്ന രീതികളും സ്വാഭാവികമാണ്. പക്ഷെ സാബുവേട്ടൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ട് നാളെ നമ്മുടെ മലയാള സിനിമയ്ക്ക് മുതൽക്കൂട്ടാവാൻ ഒരുപാട് പേര് ഉണ്ടാവണം, ഒരുപാട് കലാകാരന്മാരുണ്ടാവണം, ഒരു ടെക്നിക്കൽ വർക്ക് അറിയാവുന്ന ആളുകളുണ്ടാവണം. അപ്പം അതിനെല്ലാം വേണ്ടിയിട്ടുള്ള സാബുവേട്ടൻ്റെ ശ്രമമാണ് പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ, സാബു കൊളോണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. ഒരു നല്ല നാളെയെ വാർത്തെടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ വലിയ സംരംഭത്തെ സർവേശ്വരൻ ഭയങ്കര വലിയൊരു വിജയമാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.